ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലിപ്പോൾ കൊടുക്കാനുള്ള കുറച്ച് ഗപ്പികളുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മെയിലിൻ്റെ ഒരു ടാങ്കാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഗ്രീൻ പ്ലാറ്റിനം ഉണ്ട്, ചില്ലി മൊസൈക്കിൻ്റെ പ്ലാറ്റിനം ഫില്ലാവാത്തതുണ്ട്, പിന്നെ ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ ന്യൂ ലൈനായിട്ടുള്ള ബിഗ്യോറും അതിൻ്റെ മെയിലും ഇതിലുണ്ട്. 3 ഐറ്റമാണ് നമ്മൾ മെയിലുകൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. പ്ലാറ്റിനം ബിഗ്യോറിൻ്റെ ചെറിയ സൈസാണ്, ഏകദേശം ഒരു 1.5 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇയറൊക്കെ വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം 2 മാസം 2.5 മാസം പ്രായമായതാണ്. അതൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീമെയിലുകളൊക്കെ വേറെ ടാങ്കിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് എടുത്ത് കാണിച്ചു തരാം. കാണിക്കാൻ പോകുന്നത് ചില്ലി മൊസൈക്കാണ്. ചില്ലി മൊസൈക്കിൻ്റെ പ്ലാറ്റിനം ഫില്ലാവാത്ത ചില്ലി മൊസൈക്കാണ്. അപ്പോൾ അത് 2.5 മാസം പ്രായമായ ചില്ലി മൊസൈക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 80 രൂപയ്ക്കാണ് ഈ ഒരു പെയറിന് കൊയറായിട്ട് കൊടുക്കുന്നത്. വാങ്ങിച്ചാൽ നമ്മളെടുത്ത് പറയുകയാണ്, നമ്മളിവിടുന്ന് കൊറിയർ സർവീസായിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഒന്നും ചെയ്യുന്നില്ല, ഒക്കെ ഇവിടെ ഒന്ന് മേടിക്കാൻ തന്നെ വേണം. അപ്പോൾ നമുക്കിതിൻ്റെ ഫീമെയിലും മെയിലും കൂടി കാണാം. ഇതിൽ വേറെ ഫീമെയിലും കൂടി ഉണ്ട്. ചിലത് ഷൂട്ടേഴ്സായിട്ട് അത്യാവശ്യം വലിയ സൈസായിട്ടുള്ളൊരു ഷൂട്ടേഴ്സായിട്ടുള്ളത് കൂടിയുണ്ട്. അതുകൂടിയും കാണിച്ചു തരാം. കുറച്ചും കൂടി ഒരു സൈസ് കൂടിയതാണത്. അപ്പോൾ നമുക്ക് ഒരേ റേറ്റ് തന്നെയാണ്. ഇതിപ്പോൾ ഒരു 2.5 മാസം തികച്ച് ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ നല്ല ഇയറും കാര്യങ്ങളൊക്കെ അതിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാറ്റിനം കളർ മൊത്തം ഫില്ലാവില്ല, ചിലത് ഫില്ലാവും ചിലത് ഫില്ലാവില്ല, അങ്ങനത്തെ ഒരു ഐറ്റമാണ് അപ്പോൾ കേട്ടോ. പഴയ മോഡൽ ചില്ലി മൊസൈക്കല്ല, ഇപ്പോൾ ഇറങ്ങിയ ഒരു ചില്ലി മൊസൈക്കാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്കിതിൻ്റെ ഗ്ലാസ്സിക്ക് സൈഡ് വ്യൂ കൂടി നോക്കിയാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് അറിയുള്ളൂ. എന്നിട്ട് നമുക്ക് ഫീമെയിൽ നോക്കാം. നമുക്കിത് നമുക്ക് ഗ്ലാസ്സിക്ക് എടുത്തിട്ട് നോക്കി നോക്കാം. ചില്ലി മൊസൈക്കിൻ്റെ ന്യൂ ലൈനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടെയിൽ നോക്കിയാൽ അറിയാം. ടെയിൽ മൊസൈക്ക് ടൈപ്പ് അല്ല, ലേസ് ടൈപ്പാണ്. ഒരു ലൈനായിട്ടുള്ള മൊസൈക്ക് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ടെയിൽ ഫുള്ള് ഡോട്ടായിട്ടായിരിക്കും ഉണ്ട്. ചിലതിന് മാത്രമേ മൊസൈക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് പഴയ മോഡൽ ചില്ലി മൊസൈക്ക് അല്ല എന്ന് പറയാം, ഇന്നപ്പോഴത്തെ മോഡൽ ആണെന്ന് പറയാം. അങ്ങനത്തെ രീതിയിലുള്ളതാണ് ഈ ചില്ലി മൊസൈക്ക് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. നല്ല ആക്റ്റീവാണ്, പിന്നെ വളരെ പെട്ടെന്ന് ഇയറും വരും. അതാണ് ഈ ഒരു ചില്ലി മൊസൈക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇനി പഴയ ഒരു ഓൾഡ് മോഡൽ ചില്ലി മൊസൈക്ക് എനിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അത് നോക്കി നടക്കുകയാണ്. അതാണ് പഴയ 1.5 അടിപൊളി നല്ല പ്ലാറ്റിനം കളറൊക്കെ ആയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫീമെയിലോട്ട് നോക്കി നോക്കാം. വളർത്തുന്നത് ഒരുമിച്ച് ഫീമെയിലും മെയിലും ഒരുമിച്ച് ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ ബ്രീഡിങ് ആവുകൊണ്ട് വെച്ചിട്ടാണ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടാങ്കിലാണ് ഒരു 4 ഫീമെയിൽ ഇതിലുണ്ട്. 4 ഫീമെയിലിനെ ഞാൻ പിടിച്ചിട്ട് ഗ്ലാസ്സിക്ക് ഇട്ട് കാണിച്ചു തരാം. വലിയ സൈസായിട്ടുള്ളൊരു ഫീമെയിലാണ്. അതിൻ്റെ ഒരു ഫീമെയിൽ വലിയ സൈസായിട്ടുള്ള ഫീമെയിൽ 2.5 മാസം ആയിട്ടുള്ളൂ. സെപ്പറേറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഫീമെയിൽ നമുക്ക് 4 ഫീമെയിലുണ്ട്. അപ്പോൾ മെയിലും 4 ഉണ്ട്. അപ്പോൾ ഈ 4 പെയറുകളാണ് നമ്മളെ കയ്യിലുള്ള ഇപ്പോൾ ഇത് കൊടുക്കാനുള്ളത്. ഇതിൻ്റെ ബ്രൂഡൊന്നും നമ്മുടെ അടുത്തേക്കില്ല. ഇതിപ്പോൾ നമ്മൾ ഇനി ബ്രൂഡാക്കുന്ന ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ട് പഴയ ഓൾഡ് മോഡൽ ചില്ലി മൊസൈക്കാണ് ഇറക്കാനിരിക്കുന്നത്. ഇത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ കൊടുക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ പറയണത് ഈ ഒരു പെയറിനായിട്ട് നമ്മൾ ജോഡിക്ക് 80 രൂപയാണ് ഈ ഒരു ഫീമെയിലും മെയിലും നമ്മളിപ്പോൾ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്കത് മേടിക്കാം. ഇതാണ് നമ്മൾ ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ ബിഗ് ഇയർ, പുതിയ ലൈനേജിലുള്ളതാണ്. ഇതാണ് അപ്പോൾ അത് കൊടുക്കാനുള്ളത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ കിട്ടുന്നതാണ്. ഇയറും കാര്യങ്ങളൊക്കെ അതുപോലെ കണ്ടു. ഇതിപ്പോൾ നമുക്കൊരു 2.5 മാസം കഴിഞ്ഞ പ്രായമുള്ള മെയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വ്യൂ പറയണത് ലൈറ്റ് അടിക്കുമ്പോഴാണ് ഈ കളർ കാണുക, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ബ്ലാക്ക് കളറായിട്ടാണ് തോന്നുന്നത്. ഇതിപ്പോൾ മൊബൈലിൻ്റെ ഫ്ലാഷിൽ അടിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു 4 പേരോളം ഇതിലിപ്പോൾ കൊടുക്കാനുണ്ട് ഈ ഒരു സൈസിലുള്ളത്. അപ്പോൾ ടെയിൽ ഈ ഒരു അല്പം ഉണ്ടാവുള്ളൂ. ഇയർ അത്യാവശ്യം ഇനി വരാനുണ്ട്, നല്ല ഇയറും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇത് നമ്മളതിൽ 80 രൂപയ്ക്കാണ് നമ്മൾ ഇതിൻ്റെ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫീമെയിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ ടാങ്കിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് 2.5 മാസം 3 മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ള ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ ബിഗ് ഇയർ ആണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇപ്പോൾ ഇതിലിപ്പോൾ വേറെ കളറൊന്നും ഇതിൽ ഇറങ്ങിയിട്ടില്ല. ഇതുവരെയും വേറെ കളറും കാര്യങ്ങളൊന്നും ഇറങ്ങണില്ല എന്ന വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഇതിവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബോർഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട്. പക്ഷേ ബോഡിയൊക്കെ സ്കെൽട്ടനായി വരാൻ തുടങ്ങി. പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് അങ്ങനെ വന്നത്. ടെയിൽ ഇത് അത്യാവശ്യം നല്ല സൈസായി വരും. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇത് എൻ്റെ ബ്രൂഡ്. ഓക്കെ, അപ്പോൾ ഈ ബ്രൂഡ് നമ്മുടെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ നമുക്ക് ഇതൊന്നും നല്ല ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള ഒരു ഐറ്റമാണ്. ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് മോളിൽ നിന്ന് പെട്ടെന്ന് ടാങ്കിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് കളറായിട്ട് തോന്നും. പക്ഷേ നമ്മൾ നെറ്റിലൊക്കെ എടുത്ത് മൊബൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ കളർ ശരിക്കും കറക്റ്റായിട്ട് കാണും. അപ്പോൾ അതിൻ്റെ സൈഡ് വ്യൂ അത്യാവശ്യം നല്ല ഇതാണ്, നല്ല അടിപൊളി സൈഡ് വ്യൂ ആണ് ഇതിൻ്റെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ കയ്യിലുള്ള ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇത് ഇവിടെ അവൈലബിൾ ആണ്. രണ്ടാമത്തെ ബാച്ചിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ നല്ല
കളറും കാര്യങ്ങളൊക്കെ ഇയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഇയർ വരുന്നുണ്ട്. രണ്ടാമത്തെ 2 ബാച്ചിൽ ഇതിനെ കിടക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ഇയർ വരുന്നത്. ഇപ്പോൾ ഒരു 1.5 ആഴ്ച 2 ആഴ്ച പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ തന്നെ ഇയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഇയർ കിട്ടുന്ന ഒരു ഐറ്റമാണ് ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ ന്യൂ ലൈനുള്ളത് ബിഗ് ഇയർ. ബ്ലൂ ടൈലിൻ്റെ ബിഗ് ഇയർ സെപ്പറേറ്റായി കിടക്കുന്ന ഫീമെയിലുകൾ ഇതിലുണ്ട്. ഫീമെയിലിനും അത്യാവശ്യം ഇയറും കാര്യങ്ങളൊക്കെ വരും. ഇതാണ് അതിൻ്റെ ഫീമെയിൽ. അതിൻ്റെ ഇയർ ഉള്ളത് ബ്രീഡാവാത്ത ഫീമെയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും നല്ല സൈസായിട്ടുണ്ടത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ കിട്ടും എന്നൊരു ഉള്ളതാണ് ഈ ഒരു ഗപ്പി എന്ന് പറയുന്നത്. നമുക്കൊരു ഫീമെയിലാണ് എണ്ണം കൂടുതൽ, മെയിൽ കുറവാണ്. മെയിൽ നമുക്കൊരു 5-6 പീസേ ഉള്ളൂ. ഫീമെയിൽ നമുക്കൊരു 10 ഫീമെയിലുകൾ ഇതിൽ കിടക്കുന്നുണ്ട്. ഇത്രയും ഫീമെയിലുകൾ ഇതിലുണ്ട്. വലിയ ഫീമെയിലും ഉണ്ട്, ചെറിയ ഫീമെയിലും ഉണ്ട്. ആവശ്യമൊക്കെ ഒന്ന് ചോദിച്ചാൽ വലുതും ചെറുതും ഒക്കെ അവിടെ നിന്ന് കൊടുക്കും. അപ്പോൾ ഒക്കെ ഈ ഒരു ടാങ്കിൽ സെപ്പറേറ്റായി കിടക്കുകയാണ്. പിന്നെ തൊട്ടപ്പുറത്തെ ടാങ്ക് നമ്മൾ ഇങ്ങോട്ട് വരേണ്ട വെച്ചിട്ടാണ്. നമ്മൾ തൊട്ട ടാങ്കിലാണ് നമ്മളെ ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ ഫീമെയിലുള്ളത്. ഗ്രീൻ പ്ലാറ്റിനം നല്ല അടിപൊളി റേറ്റാണ്. അതിൻ്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ റൗണ്ട് ടൈലാണ്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു 2 മാസം പ്രായമായതാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്. ഫീമെയിൽ 2 മാസം പ്രായമായ ഫീമെയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗ്രീൻ പ്ലാറ്റിനാണ്. അപ്പോൾ അതിൻ്റെ മെയിൽ ഞാൻ കാണിച്ചു തരാം. പ്ലാറ്റിനത്തിൻ്റെ മെയിൽ ഒരു 1.5 മാസം കഴിഞ്ഞ് 2 മാസത്തിൻ്റെ അടുത്ത് പ്രായമായ ഗ്രീൻ പ്ലാറ്റിനാണത്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഇതിപ്പോൾ ജോഡിക്ക് 100 രൂപയാണ് ഇതിന് വരുന്നത്. ഗ്രീൻ പ്ലാറ്റിനം പുതിയ ലൈനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിലാണ്. ഇപ്പോൾ ഫീമെയിലാണ് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നത്. നല്ല ടെയിൽ കണ്ടോ, നല്ല അടിപൊളി ടെയിലാണ് അതിൻ്റെ പ്രത്യേകത. 2 മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ളൂ. അതിലിഞ്ഞുണ്ട്. അപ്പോൾ അത് നമ്മളത്തെ ഒരു 2 പേരോളം മെയിൽ കുറവാണ്. അതാണ് അതിൻ്റെ പ്രോബ്ലം. മെയിൽ വളരെ കുറവാണ്. ഫീമെയിൽ നമുക്കൊരു 4-5 ഫീമെയിലുകൾ നമുക്ക് അതിലുണ്ട്. 2 പേർ നമ്മളടുത്ത് ഈ ഒരു ഇയർ ക്വാളിറ്റിയിൽ ഇതിപ്പോൾ നമുക്ക് 2 മാസം അടുത്തായിട്ടുള്ളൂ. 2 മാസം കഴിഞ്ഞിട്ടില്ല ആണ് ഇയർ ഇനി വരാനാവണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബ്രൂഡ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ എന്താണ് സൈസുള്ള ബ്രൂഡ് പറഞ്ഞാൽ ഏകദേശം ഒരു 5 മാസത്തിൻ്റെ അടുത്ത് പ്രായമാവാനായിട്ടുണ്ടാകും നമ്മൾ ഈ ബ്രൂഡിന്. ബ്രൂഡിൻ്റെ ഇയറൊക്കെ ഏകദേശം പൊട്ടിയിട്ടുണ്ട്, കാരണം അത്രയും പ്രായമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ഒരു 1.5 മാസം 2 മാസത്തിൻ്റെ ഇടയ്ക്ക് പ്രായമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഗ്രീൻ പ്ലാറ്റിനം. അപ്പോൾ ഈ ഒരു സൈസിലേക്ക് ആ ഒരു മുതലെത്തും. റൗണ്ട് ടൈലായിട്ട് ഗ്രീൻ പ്ലാറ്റിനം, കുറച്ച് ഗ്രീൻ കളർ ഫില്ലായിട്ട് പിന്നെ പ്ലാറ്റിനം കളറും ഫില്ലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അഫ്സൽ നാനിൻ്റെ കയ്യിലുള്ള ആ ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ ഇത്. അതിൻ്റെ കുഞ്ഞുങ്ങളായതാണ്. ഇപ്പോൾ നമുക്ക് ഒരു 3 പേരുള്ള നമുക്ക് കൊടുക്കാനുണ്ടാവും. ഇത് ബ്രൂഡാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച് അതാണ് കുഞ്ഞായിട്ടുള്ളത് കൊടുക്കാനുള്ളത്. അതിൻ്റെ ഫീമെയിൽ നമ്മൾ കാണിച്ചു. ഓക്കെ, ഇനി അടുത്ത് കാണിക്കാനുള്ളത് നമ്മളെ ജർമ്മൻ റെഡ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജർമ്മൻ റെഡ് നമുക്ക് ഈ ഒരു സൈസിലുള്ളത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, വലിയ സൈസിലുള്ള ഫീമെയിലുകൾ. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കൊണ്ടുപോയാൽ വേഗം പ്രസവിക്കുന്ന തരത്തിലുള്ള ജർമ്മൻ റെഡുകളാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഹോൾസെയിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ഹോൾസെയിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ ഗ്ലാസ്സിക്ക് എടുത്ത് കാണിക്കുന്നില്ല. ഗ്ലാസ്സിക്ക് എടുത്ത് നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ചതാണ്. അപ്പോൾ ഈ ഒരു വമ്പം സൈസിലുള്ളതാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാനുള്ളത്. നല്ല മെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെയിലുമേ റെഡ് കളറും ശരീരത്തിൽ ചെറിയൊരു ബ്ലൂ കളറും ഒക്കെ കൂടി ആയിട്ടുള്ളതാണ്. ശരിക്കും ഒരു ഫീമെയിൽ കണ്ടാൽ തോന്നുന്ന ഒരു ആൽബിനോ ഫുൾ റെഡിൻ്റെ ഒരു ഫീമെയിലാണ് കണ്ടാൽ തോന്നുന്നത്. മറ്റൊരു നമ്മൾ സാധാ ടെയിൽമ റെഡ് കളറായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു 3 മാസം പ്രായമായ ഫീമെയിലുകളാണ്. ഇതൊക്കെ ഈ ഫീമെയിലിൽ നമുക്കൊരു 30, 40, 50 വരെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു വലിയ ഫീമെയിൽ ഇതാ പോകുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും ഫീമെയിലുകൾ നമ്മളതുണ്ട്. ഇതിലിപ്പോൾ നമുക്കൊരു 15 പേരോളം നമുക്ക് ഇത് കൊടുക്കാനുണ്ട്. അതിപ്പോൾ നമുക്ക് കൊടുക്കുന്നപ്പോൾ ഒരു ജോഡിക്ക് 50 രൂപയ്ക്ക് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഐറ്റംസാണ്. അപ്പോൾ ഇവർക്ക് ഫുഡ് നമ്മൾ ഇപ്പോൾ എല്ലാ ഫുഡും നമ്മൾക്ക് കൊടുത്തില്ല. ഒന്നും നമ്മളിതിന് മൊയിന പോലൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. നമ്മൾ സാധാ ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സൈസിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് കൂടി നോക്കി നോക്കാം. അത് നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൂടി നോക്കി നോക്കാം. കുറഞ്ഞ ക്വാളിറ്റി നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ റെഡ് ലേസാണത്. അപ്പോൾ ഇത് നമ്മൾ ജോഡിക്ക് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഈ കളറിന് വേറെ കളറും വരുന്നില്ല. നമുക്ക് ഈ നല്ല പക്ക ഈ ഒരു കളർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീമെയിലും ഒക്കെ അതിലുണ്ട്. ഇത് ജോഡിക്ക് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ള മെയിൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇപ്പോഴും ക്വാളിറ്റി വിട്ടു പോകുന്നില്ല. നല്ല പർപ്പിൾ കളറൊക്കെ അതിൻ്റെ ഡോർസിൽ വന്നിട്ടുണ്ട്. പിന്നെ ടെയിൽ നല്ല വിരിഞ്ഞ് വരും. ടെയിൽ നല്ല അടിപൊളി സംഭവമാണിത്. അപ്പോൾ നമുക്കിത് ഒരു 5 പേരോളം നമുക്ക് ഇതിപ്പോൾ അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബേസിലാണ് അതിനായിട്ട് വളർത്തുന്നത്. അപ്പോൾ നമുക്കിത് നല്ലൊരു ഗ്രീൻ കളർ ലാൽഗകളൊക്കെ ഫോം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു
കളർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല പക്ക നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്. പിന്നുള്ളത് നമ്മളെ ബലൂൺ പ്ലാറ്റുകൾ. ഇത് നമുക്ക് അത്യാവശ്യം ഒരു 10-15 പേർ നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട്. ബലൂൺ പ്ലാറ്റുകളാണിത്. അപ്പോൾ ഇന്ന് ഉച്ച നേരത്തെ എടുക്കണോണ്ടാണ് അതൊന്നും വരാത്തത്. സാധാരണ ഈ നേരത്ത് കൊടുക്കാറില്ല. നല്ല റെഡ് കളറായിട്ട് വരുന്ന ലൈറ്റാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെയും കിട്ടും, എല്ലാത്തിനും റെഡ് കളറും കിട്ടും. വേറെ ഒരു കളറും ഇന്ന് ഇറങ്ങി വരില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്. അത്യാവശ്യം സൈസായിട്ടുള്ളതുണ്ട്. പീസ് എടുക്കുകയാണെങ്കിൽ നമ്മളിത് 20 റുപ്യക്കാണ് ഓരോ പീസായിട്ട് കൊടുക്കുക. കൺഫേം പെയറായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഫീമെയിലും മെയിലും തിരിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ 50 റുപ്യക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല സൈസിലുള്ള ഫീമെയിലുകളൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ളത് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കും നമ്മൾ സാധാ പെല്ലറ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്ത് വളർത്തുന്നത്. നല്ല റെഡ് കളർ ഇല്ലയെന്നൊരു പറച്ചിലുണ്ടാവില്ല. എല്ലാത്തിനും ഫുള്ള് റെഡ് കളർ ഉണ്ടാവും. നമ്മൾ പ്ലാന്റ് ടാങ്കിലൊക്കെ നമ്മൾ സെറ്റാക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റമാണ് ഇത്. നമ്മളിതൊന്നും കൊറിയറും കാര്യങ്ങളൊന്നും നമ്മളിത് ചെയ്യുന്നില്ല. നമ്മളെ കയ്യിലിത് ഒരു 15 പേരോളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് മേടിക്കാൻ തന്നെ വേണം. ഇത് നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാനുണ്ടാവില്ല കേട്ടോ, ഹോൾസെയിലായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ പീസായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത്. ഒക്കെ റീറ്റെയിൽ പ്രൈസാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീറ്റെയിലായിട്ട് മേടിക്കുന്നവർക്ക് ഇത് മേടിച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഈ നേരത്തൊന്നും ഫുഡ് കൊടുക്കാറില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ഫുഡ് കൊടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ഫുഡ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളെ ബലൂൺ പ്ലാറ്റ് പറഞ്ഞത് 1.5 ഐറ്റമാണ്. നമ്മൾ ഏതോ കാലത്ത് 4 കൊല്ലം മുന്നത്തോളം മുന്നേ ഒരു ചെറിയൊരു പീസ് മേടിച്ച് 2 പീസ് മേടിച്ച് കൊടുത്തിട്ട് അതിന് കുഞ്ഞുങ്ങളാക്കി കൊടുത്തിട്ടാണ് ഈ ലെവലൊക്കെ എത്തിയത്. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ബലൂൺ പ്ലാറ്റിയുടെ 3 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞിനെടുത്തിരിക്കുകയാണ്. അപ്പോഴേക്കും അതിൻ്റെ വയറ് വീർത്ത് വരുന്നുണ്ടല്ലേ. അതാണ് ഈ ഒരു ബലൂൺ പ്ലാറ്റിയുടെ പ്രത്യേകത. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വയറ് വീർത്ത് വരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ബലൂൺ പ്ലാറ്റി എന്ന് പറയുന്നത്. കാരണം അതിനെ പേരെന്നെ വരാനുള്ള കാരണം ഫീമെയിൽ മിക്കവാറും ഇതിന് കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഫീമെയിലാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഒരു 25 കുഞ്ഞുങ്ങൾ പ്രസവിക്കുകയാണെങ്കിൽ ആ 25 കുഞ്ഞുങ്ങളിൽ ഒരു 2-3 മെയിലേ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഫീമെയിലായിരിക്കും. അതാണ് കൺഫേം പെയറൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഫീമെയിലിൻ്റെ എണ്ണം കുറവാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ബാക്കിയുള്ളതൊക്കെ 90% ഫീമെയിലാണ് ഈ ഒരു ബലൂൺ പ്ലാറ്റിൽ ഇറങ്ങി വരാറുള്ളത് സാധാരണ. അപ്പോൾ ഈ ഐറ്റം നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു 15 പേരോളം നമുക്ക് കൊടുക്കാനുണ്ട്. ഈ ഐറ്റംസാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ നിലവിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളത് റീറ്റെയിൽ മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ. പിന്നെ ഒരിക്കലും നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാനില്ല. പിന്നെ കൊറിയർ സർവീസ് ഞാൻ ആൾറെഡി കുറേ കാലമായിട്ട് 4-5 കൊല്ലമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതില്ല, സർവീസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്താണ് ഇല്ലാത്തത് തന്നെ ഞാനിപ്പോൾ അതിനുള്ള നേരം കിട്ടാത്തതുകൊണ്ടാണ് കൊറിയർ സർവീസ് ഇല്ലാത്തത്. പിന്നെ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതിൽ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറമാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ.